വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പുസ്തകമാവും ഞങ്ങളിത്. 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 9 ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ടൈമിൽ വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ 3 ചാപ്റ്റർ ഫിസിക്സും, 4 മുതൽ 6 വരെയുള്ള ചാപ്റ്റർ കെമിസ്ട്രിയും, 7, 8, 9 ചാപ്റ്റർ ബയോളജിയുമാണ് കേട്ടോ. നമ്മൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇത് ലാസ്റ്റ് പാർട്ടായിട്ടോ, അതായത് അളവുകളും യൂണിറ്റുകളും, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഇതിൻ്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടതാകും. നിങ്ങളെ ഈ നോട്ട് നിങ്ങൾ എഴുതി എടുക്കണേ. അഥവാ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉപകാരപ്രദമായ രീതിയിലാവും നിങ്ങളെ നോട്ട് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകളെ കുറിച്ചാണ്. ടെസ്റ്റിനകത്തിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇത്. പിന്നെ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കണ്ടോ. അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിൻ്റെ ചുമർ പെയിൻ്റ് അടിക്കുന്നതും മരുന്നിൻ്റെ അളവെടുക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നും ആ ടെസ്റ്റിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. 1ഉം 2ഉം പാർട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇനി അങ്ങോട്ടുണ്ട് കുഞ്ഞുങ്ങളെ, രണ്ടും കൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഉൽപ്പന്ന അളവുകളാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്, രണ്ടും കൂടെ തിരിഞ്ഞു പോകല്ലേ. നോക്കിക്കേ. ഓക്കെ, പിന്നെ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ പടമുണ്ട് കണ്ടോ. അതായത് എന്താ, നമ്മൾ ഈ നമ്പറിൽ എഴുതുമ്പോഴേ അതിൻ്റെ കിലോയാണോ ലിറ്ററാണോ എന്നൊക്കെ എഴുതത്തില്ലേ നിങ്ങൾ? ഏതെങ്കിലും ഒരു കടകളിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ അതിനകത്തിൽ എന്താവും നിങ്ങളെ, അതിൻ്റെ ഗ്രാം ആണെങ്കിൽ ഗ്രാം ഉണ്ട്, അതിങ്ങനെ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിക്കാനാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഇട്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിനകത്തിൽ 10 ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു നമ്മൾ ഇട്ടത്. രണ്ടാമത്തെ പാർട്ടിൽ 11, അതായത് ടെസ്റ്റ് വായിച്ചിട്ടാവും നിങ്ങളെ നമ്മൾ നോട്ട് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അത് കണ്ടില്ലെങ്കിൽ അത് കയറി കാണണം. അപ്പോൾ ടെസ്റ്റ് വായിച്ചിട്ട് എന്താണ് സംഭവം ാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രം കണ്ടാൽ, അതായത് ഈ പാർട്ട് മാത്രം കണ്ടി നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പം മനസ്സിലാവത്തില്ല. ടെസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെയായിരുന്നു നമ്മൾ ഈ നോട്ട് എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കണ്ടേ, പല തോതുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണ്. 3 മാർക്കിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. ഓക്കെ ആണോ? 13ാമത്തെ അത് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലിട്ടെയാണ്. പിന്നെ നമ്മൾ യൂണിറ്റ്സുകളെ കുറിച്ചാണ്. എന്താണ് യൂണിറ്റുകൾ? ഞാൻ ഇത്രയും ലോങ്ങിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ നോട്ടും കാണാൻ വേണ്ടിയാട്ടോ. യൂണിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഉള്ളതായിരിക്കും കൂടുതലും ചോദിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഉണ്ടോ, അതൊക്കെ നമ്മൾ രണ്ടാമത്തെ പാർട്ടിനകത്തിൽ ഇട്ടതാണ്. 18. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ മീറ്ററിനെ കുറിച്ചാണ്. മീറ്റർ, നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ് കേട്ടോ. നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ, ഇനി ഈ മീറ്റർ മാത്രമാണോ നമ്മൾ നീളം അളക്കാൻ ഉപയോഗിക്കുന്നത്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് നോക്കിയാൽ ഈ ബോക്സിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ഈ പാഠം ഫുള്ള് നോട്ട് എഴുതിയിട്ട് ബുക്കിൽ ഒരു ബോക്സ്, അതായത് എഴുതിയിട്ട് ബോക്സ് ഇട്ടാൽ മതി കുഞ്ഞുങ്ങളെ. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇപ്പോൾ 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ. നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 10 മീറ്റർ = ഡാറ്റ് സെൻറ്റിമീറ്റർ കേട്ടോ. നമ്മൾ ചിലപ്പോൾ കാണാതെ പഠിച്ചു 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ഇങ്ങനെ പഠിച്ചിട്ട് പോകും. പക്ഷേ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ 5 മീറ്റർ = ഡാറ്റ് സെൻറ്റിമീറ്റർ. ഇത് ഒരുതരം മാത്സ് പോലെ തന്നെയാണ് ഈ ഫിസിക്സും നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. കാരണം കൂടുതലും കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഫിസിക്സിലും വരുന്നത്. 8ാം ക്ലാസ്സായി, നിങ്ങൾ ഹൈസ്കൂളായി കേട്ടോ. ഇനി ഇതുവരെ പഠിച്ച പോലെയല്ല ഇനിയും പഠിക്കേണ്ടത്, കുറച്ചും കൂടി കാര്യമായിട്ട് പഠിക്കണം കേട്ടോ. ഹൈസ്കൂളായി ഇനി മൈക്രോണിനെ കുറിച്ചും കിലോമീറ്ററുകളെ കുറിച്ചും മാസിനെ കുറിച്ചും ഒക്കെ 24 ക്വസ്റ്റ്യൻ ആൻസർ. 27ാമത്തത് കിലോഗ്രാമിനെ കുറിച്ചാണ്. മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം കേട്ടോ. പിന്നെ 1 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലിഗ്രാം ആണ് കുഞ്ഞുങ്ങളെ. ഇതും ബോക്സ് കയറ്റി 1 ടണ്ണ് 1000 കിലോഗ്രാമാണ്. 1 കിൻഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോയ്ക്കാണ് നമ്മൾ 1 കിൻഡൽ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 10 ലക്ഷമാണ്. 0ൻ്റെ നല്ലപോലെ നോക്കണേ, 6 0 ഉണ്ട് കുഞ്ഞുങ്ങളെ, മില്ലിഗ്രാം ആണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ അതുവരെ നമ്മൾ വായിച്ച് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ സമയത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. സമയം അത് ഈ പറയുന്ന പോലെ ഞാൻ എളുപ്പം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിയേ, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറയുന്നത് എസ് ആണ്. സമയം പ്രസ്താവിക്കുന്ന മറ്റു യൂണിറ്റുകൾ മിനിറ്റ്, മണിക്കൂർ എന്നിവയാണ്. ഇവയ്ക്ക് സെക്കൻഡുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതങ്ങ് പറഞ്ഞു പോവാം. നോക്കൂ നിങ്ങളെ, സമയം
നോക്കേ, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നമുക്ക് മിനിറ്റിലാണ്, അഥവാ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണും കേട്ടോ. ക്വസ്റ്റ്യനകത്തിൽ നമുക്ക് അതായത് ചോദ്യത്തിൽ മിനിറ്റിലാണ് നമുക്ക് തരുന്നെങ്കിൽ ആ മിനിറ്റ് മാറ്റി നമ്മൾ എന്തോ ആക്കണം, സെക്കൻഡിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിനിറ്റിൽ ഫിസിക്സിൽ ചെയ്യത്തില്ല, എന്താ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നതോ, ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 × 60 കേട്ടോ. ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. അതായത് ഒട്ടും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ കാണും. കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. അപ്പം 2 മിനിറ്റ് എന്ന് വെച്ചാലോ 60 + 60 എന്ന് എഴുതാം, 60 × 2 എന്ന് എഴുതാം, 120 അല്ലേ. 3 മിനിറ്റ് എന്ന് വെച്ചാലോ 60 × 3. 6 മിനിറ്റ് എന്ന് വെച്ചാലോ 60 × 6. അങ്ങനെ 60 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 × 60 അതറിയാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും എല്ലാം ഒറ്റയടിക്ക് കേട്ടാളൊന്നും അറിയത്തില്ലോ കുഞ്ഞുങ്ങളെ. ചിലവർക്കൊരു 2-3 വട്ടമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അവർക്കും പഠിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതി കാണിച്ചത്. ഒരു അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഒരു മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3600 സെക്കൻഡുകളാണ്. മിനിറ്റോ 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അത് തിരിഞ്ഞു പോലെ സമയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സമയത്തെക്കുറിച്ച് അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തെക്കുറിച്ചാണ്. എന്താണ് വോളിയം? വോളിയം എന്നാൽ എന്തെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങളെ. 32ാമത്തെ ചോദ്യമാണ്. ടെസ്റ്റിലുണ്ട്, നമുക്ക് നോക്കാം. ടെസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് നോട്ട് നോക്കാം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഒരു വസ്തു, അതായത് നമ്മളൊരു ഗ്ലാസ് എടുക്കുക കുഞ്ഞുങ്ങളെ, നമ്മൾ അതിലോട്ടൊരു ചായ ഒഴിക്കുക. ആ ചായ ഒഴിക്കുന്നതിനൊരു പരിധിയില്ലേ? അത് കൂടിക്കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി വെളിയിൽ പോകത്തില്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ആ ഒരു വസ്തുവിന്, ഒരു ഗ്ലാസ്സിൽ അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്ന അല്ലേ ആ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ എന്ന് വെച്ചാൽ അതിനകത്തിൽ ഒഴിക്കുമ്പോൾ അതിനകത്തിൽ നിൽക്കാൻ സ്ഥിതി ചെയ്യുമ്പോൾ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ജലത്തിൻ്റെ വ്യാപ്തം നാം കണ്ടെത്തിയത് മുമ്പ് നമ്മൾ കഴിഞ്ഞ പാർട്ടിനകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു വലിയ ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സും ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വ്യത്യാസം അല്ലേ? വലിയ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അത് എളുപ്പം നമുക്ക് ഒഴിച്ച് തീർക്കാം അല്ലേ? ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ അതിലും ഇരട്ടി സമയം വേണം, കുറേശ്ശെ നമുക്ക് ഒഴിക്കാം അല്ലേ കുഞ്ഞുങ്ങളെ? ആ വ്യത്യാസമാണ്. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആവും കുഞ്ഞുങ്ങളെ. ഇതിനെ കണ്ടോ, M ക്യൂബ്, അതിൻ്റെ മണ്ടയ്ക്കൊരു 3 കിടക്കുന്നുണ്ടോ? ക്യൂബിക് മീറ്റർ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. M ഇട്ടിട്ട് മേളിൽ നമ്മൾ M ക്യൂബ് എന്ന് പറയത്തില്ലയോ? 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ് എന്നൊക്കെ നമ്മൾ മാത്സ് പഠിക്കത്തില്ലേ? അതന്നെ M ക്യൂബ് എന്ന പ്രതീകം, സിമ്പൽ M ക്യൂബ്. ഓക്കെ. 1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ. ഇവിടെ ചിത്രത്തിൽ 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതായി ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ഈ വലിയ ക്യൂബിന്റെ വ്യാപ്തം 1 ലിറ്റർ എങ്കിൽ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധം പൂർത്തിയാക്കാമോ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് കേട്ടോ. CM ക്യൂബ് എന്ന് വെച്ചാൽ 3 ആണ് നിങ്ങൾ കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ മേളിൽ 2 ഇടത്തില്ലേ? സ്ക്വയർ ക്യൂബ് ഒക്കെ ഓർത്തോണേ കേട്ടോ. 1000 സെന്റിമീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ എന്നാൽ എന്താണ്? നമ്മൾ അതിൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങൾ? 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ? നമ്മുടെ നോട്ടിലുണ്ട്. പെട്രോൾ പമ്പുകളിലെ ഡെൻസിറ്റി ഇനി നമ്മൾ പഠിക്കുന്നത് ഡെൻസിറ്റി, സാന്ദ്രതയെക്കുറിച്ചാണ്. ഡെൻസിറ്റി എന്താവും നിങ്ങൾ? ഡെൻസിറ്റി അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ തേനോ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അതിൻ്റെ സാന്ദ്രത കുറവാണ്, അതിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ആ ഒഴിച്ച ഓയിലോ വെള്ളത്തിനേക്കാൾ സാന്ദ്രത അതിന് കുറവായതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കും. സംശയം നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ അത് എക്സ്പെരിമെൻ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. വെള്ളത്തിൻ്റെ മുകളിൽ ഡെൻസിറ്റിയുടെ മലയാളമാണ് സാന്ദ്രത കേട്ടോ. അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുമെന്ന് മനസ്സിലായോ? അതാണ്. ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൻ്റെ വ്യാപ്തം കണക്കാക്കുക. ഇതിൽ മരപ്പൊടി നിറച്ച് മാസ് കണക്കാക്കുക. ശേഷം മണൽ നിറച്ച് മാസ്, അതൊക്കെ പോട്ടെ. നമുക്ക് യൂണിറ്റ്, ഇനി മാസ് എന്നാൽ എന്താവും ഞങ്ങൾ കേട്ടോ. അതായത് നമ്മുടെ 32ാമത്തെ ചോദ്യം, വ്യാപ്തം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ, കാണാൻ പറ്റുന്നുണ്ടോ?
ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ, അതായത് മീറ്റർ. നല്ലപോലെ നോക്കണേ നിങ്ങൾ, ഇതൊക്കെ പഠിക്കണേ. വൺ വേർഡ് മീറ്റർ ക്യൂബ്. വോളിയം ഈസ് ദ മെഷർ ഓഫ് ദ കപ്പാസിറ്റി ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഹോൾഡ്. SI യൂണിറ്റ് ഇംഗ്ലീഷും മലയാളവും അവനവൻ്റെ എഴുതിയെടുക്കുക കേട്ടോ. ഇനി എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റിയുടെ മലയാളവും നിങ്ങളെ സാന്ദ്രത. ഡെൻസിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ കോമ്പാക്ട് ദ മാസ് ഇൻ എ സബ്സ്റ്റൻസ് ഓർ ഒബ്ജക്റ്റ് ഈസ് കേട്ടോ. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ, നിങ്ങൾക്കിത് എന്താന്ന് സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് വിളിക്കുന്നു. അതായത് സാന്ദ്രതയുടെ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി നിങ്ങളെ. സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മാസ് ബൈ വ്യാപ്തമാണ്. അതായത് മാസ് ബൈ വോളിയം കേട്ടോ. ഈ ഇംഗ്ലീഷുകാരെന്താ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്. ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർഗ. എന്താണ് ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയമാണ് സാന്ദ്രത. മലയാളം മീഡിയക്കാർക്ക് സാന്ദ്രത എന്നാൽ എന്താണ്? മാസ് ബൈ വ്യാപ്തമാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്താവും നിങ്ങളെ? യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. നമ്മൾ അതിൻ്റെ താഴെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ എളുപ്പമാണ്. മാസിൻ്റെ യൂണിറ്റ്, അതായത് മാസേ ബൈ കിലോഗ്രാം അല്ലേ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെയോ നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു മീറ്റർ ക്യൂബ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ബൈ കിലോഗ്രാം ആണ് ബൈ മീറ്റർ ക്യൂബ് കേട്ടോ. ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഞാൻ റഫായിട്ടൊന്ന് എഴുതുന്നത്, ഇവിടെ ഇച്ചിരി നല്ല അപ്പുറത്ത് ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് മലയാളം മീഡിയക്കാർക്ക് എഴുതാൻ വേണ്ടി ഒന്ന് എഴുതാൻ ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അടിസ്ഥാന യൂണിറ്റുകൾ, അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി ഇതിൻ്റെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടിസ്ഥാന യൂണിറ്റുകൾ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഏകീകൃത യൂണിറ്റ്, SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ നമ്മൾ കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാവും നിങ്ങൾ. SI യൂണിറ്റുകളുടെ പ്രത്യേകത എന്തെല്ലാമാണ്? ഞാനത് എഴുതിയില്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ SI യൂണിറ്റിൻ്റെ പ്രത്യേകത, അഡ്വാൻറ്റേജ് എന്നോ ഒക്കെ ചോദിക്കും. എന്തുവാ അതിൻ്റെ? അത് നമുക്ക് ഏകീകൃത യൂണിറ്റുകളാണ് അല്ലേ. നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം നിങ്ങളെ. ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ നമുക്ക് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഡിറൈവ്ഡ് ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാൽ എന്തെന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ലേ, അതിൻ്റെ യൂണിറ്റ് ഉണ്ടെന്ന് ആട്ടോ നിങ്ങളെ. ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതായത് ഉൽപ്പന്ന യൂണിറ്റുകൾ എന്നാൽ എന്താണ്? വിൽപ്പന്ന യൂണിറ്റുകൾ എന്നാൽ എന്താണ്? അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. വിൽപ്പന്ന അളവുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. വ്യാപ്തം, സാന്ദ്രത എന്നിവ വിൽപ്പന്ന അളവുകളാണ്. ഇതെല്ലാം ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുക. ഈ വിൽപ്പന്ന അളവുകൾ ഏതെല്ലാമാണ്? വിൽപ്പന്ന അളവുകൾ ഏതെല്ലാമാണ്? വ്യാപ്തവും സാന്ദ്രതയുമാണ് കേട്ടോ. ഇവയുടെ യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഈ വിൽപ്പന്ന എന്ന് വെച്ചാൽ ഡിറൈവ്ഡ് ആണ് നിങ്ങൾ. ഡിറൈവ്ഡ് യൂണിറ്റുകൾ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് തൻ്റെ അവിടെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വിൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കൂ നിങ്ങൾ, ഇവിടെ പരപ്പളവ് കാണാൻ നമുക്ക് പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ കാണുന്നത് നമുക്കറിയാം. L/B എന്തിൻ്റെയാ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ കേട്ടോ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ കേട്ടോ, റെക്റ്റാങ്കിൾ ആണ്. അതായത് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നത്, അതായത് ഏരിയ കാണുന്നത് L/B അല്ലെങ്കിൽ നീളം ഗുണം വീതിയാണ്. അതിൻ്റെ യൂണിറ്റ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ M/M അല്ലേ. M എന്ന് വെച്ചാൽ മീറ്റർ ആണ് നമ്മൾ പഠിച്ചു. M/M = m². യൂണിറ്റ് ആണ് കേട്ടോ. എന്തോത്തിൻ്റെയാ? ചതുരത്തിൻ്റെ പരപ്പളവെന്ന് ഉദ്ദേശിച്ചാൽ മതി. പരപ്പളവ് നീളവും വീതിയും അതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ. വേറെ രണ്ട് യൂണിറ്റുകൾ ഇതിനകത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ വ്യാപ്തം എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്കറിയാം നീളം ഗുണം വീതി ഉയരം L/B/H ആണ് അല്ലേ. ഇനി സാന്ദ്രത മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. സാന്ദ്രത കാണുന്ന ഇക്വേഷൻ എന്താവും നിങ്ങളെ? ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മാസ് ബൈ വ്യാപ്തമാണ് കേട്ടോ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, അന്നേരം ഒന്നുകൂടെ പറയാം. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നു. അടിസ്ഥാന യൂണിറ്റിലെ ആശ്രയിറ്റ് അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. യൂണിറ്റുകൾ ഇത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അക്ഷരമാല ഉപയോഗിച്ച് ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വലിയ അക്ഷരങ്ങൾ, അതിനകത്തൊന്നും വലിയ ഇതില്ല നിങ്ങൾ. ഒരു വർണ്ണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ ഇനിയുള്ളതെല്ലാം ചെറിയ റഫായിട്ടൊന്ന് വായിച്ചിരിക്കാനാണ്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് നോക്കാം. അതിനകത്തിലെ പ്രധാനപ്പെട്ട നമ്മൾ എത്ര എടുത്തായിരുന്നു നിങ്ങളെ? വോളിയം എടുത്തു. 35ാമത്തെ ചോദ്യം നോക്കണേ.
ഇനി നമ്മൾ 35 കുഞ്ഞുങ്ങളെ ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്താണ്? പ്രധാനപ്പെട്ട മാത്രം ഇത്, കാരണം ടെസ്റ്റ് വായിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, അതിനെക്കുറിച്ച് എഴുതാൻ ഒത്തിരി ഉണ്ട്. നമുക്ക് ഈ ഒരു ലിങ്ക് കൂടെ ഇട്ടിട്ട് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം കുഞ്ഞുങ്ങളെ. അപ്പോൾ 3 പാർട്ടാവും കേട്ടോ. ആ 3 പാർട്ടും വൃത്തിയായിട്ട് എഴുതി എടുക്കണേ. ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉപകരണം ഉപയോഗിച്ച് നമ്മൾ അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ്. കേൾക്കുമ്പോഴേ അറിയാം ലീസ്റ്റ് കൗണ്ട് അല്ലേ. നമ്മളൊരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ സ്മാളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ആക്യുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ ഈസ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? ദ സ്മാളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ആക്യുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ ഈസ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് നമ്മൾ എന്താ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും നല്ലപോലെ അറിയാമല്ലോ. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ കുറേ അളവ് ഉപകരണങ്ങൾ പഠിച്ചില്ലേ. അതുപോലെ സ്കെയിലും ടേപ്പും എന്താണ്? അളവ് ഉപകരണങ്ങളാണ്. നമ്മൾ സ്കെയിലും ടേപ്പും ഒരു 5-6 ഉപകരണങ്ങളുടെ പേര് ചോദിച്ചാൽ എഴുതാൻ അറിയണം കേട്ടോ. സ്കെയിലും ടേപ്പും. ഇനി നോക്കൂ നിങ്ങളെ ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് റഫായിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയാണ്, അതായത് ഇത് മലയാളം, ഇത് ഇംഗ്ലീഷ്, അതിൻ്റെതായ രീതി എഴുതണമെങ്കിൽ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ അളവ് അല്ലേ. അതിൻ്റെ ഏറ്റവും ചെറിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങളെ? നാനോമീറ്റർ എന്നാണ് പറഞ്ഞത്. എന്താ? നാനോമീറ്റർ ആണ് ഏറ്റവും ചെറുത്. അതീ വലുത് മൈക്രോമീറ്റർ ആണ്. അതീ വലുത് സെൻറ്റിമീറ്റർ. അതീ വലുത് കിലോമീറ്റർ. നിങ്ങളെ ഇത് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടിട്ടൊക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം കേട്ടോ. ഏറ്റവും ചെറുതാണ് നാനോമീറ്റർ NM. അതിൽ വലുതാണ് മൈക്രോമീറ്റർ കേട്ടോ. പിന്നെ സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. അത് നല്ലപോലെ അറിയണേ. പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാൽ നിങ്ങളെ വാരി വലിച്ച് ഞാൻ തന്നിട്ടില്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ തന്നിരിക്കുന്നത്. അതിന് സോളാർ ഡേ കുറിച്ചുണ്ട്. സോളാർ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക? 12 PM to 12 PM 12 PM മുതൽ പിറ്റേ 12 PM വരെ ഉള്ളതാണ് സോളാർ ഡേ എന്ന് പറയുന്നത്. PM ആണ്. 12 PM മുതൽ പിറ്റേ 12 PM വരെ ഉള്ളതിനെ എന്താ? സോളാർ ഡേ. അങ്ങനെയാക്കി ചോദിക്കും ഹൗ മെനി സെക്കൻഡ് മേക്ക് 1 സോളാർ ഡേ. ഒരു സോളാർ ഡേയിൽ എങ്ങനെയാവും, എത്ര സെക്കൻഡ് വരുമെന്ന്? ഒരു സോളാർ ഡേയിൽ നോക്കണേ നിങ്ങളെ, സോളാർ ഡേ അല്ലേ, ഒരു സോളാർ ഡേയിൽ എത്ര സെക്കൻഡ് വരുമെന്ന്. ഒരു ദിവസം എന്ന് പറയാം. ഒരു 1 സോളാർ ഡേ അല്ലേ ചേച്ചേ? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് അല്ലേ. ഈ 24 മണിക്കൂറിൽ 60 സെക്കൻഡും ഉണ്ട്, 60 മിനിറ്റും ഉണ്ട് അല്ലേ. നമുക്കറിയാം 60 മിനിറ്റാണ് ഒരു മണിക്കൂർ അല്ലേ. 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. നമ്മൾ ആദ്യമേ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 86,400 സെക്കൻഡ്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമോ, നല്ലതുപോലെ പഠിച്ചോണേ. 24 എങ്ങനെ വന്നത്, 60 എങ്ങനെ വന്നത്? സംശയം ഉണ്ടോ നിങ്ങളെ? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് അല്ലേ. അതിനകത്തിൽ ആരൊക്കെയുണ്ട്? മിനിറ്റും ഉണ്ട്, സെക്കൻഡും ഉണ്ട് അല്ലേ. ഇത് രണ്ടും 60-ലാണ്. അതിനെക്കുറിച്ച് അറിയാമല്ലോ, ഇനി കൂടുതൽ പറയണ്ടല്ലോ. സൗരയൂഥ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ദൂരം അളക്കാൻ നമ്മൾ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അത് നമ്മൾ നേരത്തെ ടെസ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞതാ, AU. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ആണ്. അതിനാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് കാണിച്ചത് കേട്ടോ. സൗരയൂഥ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം, സൗരയൂഥം അല്ലേ, സൗരയൂഥ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം നമ്മൾ അളക്കുന്നത് AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വെച്ചാണ്. 38 എണ്ണം. അടുത്ത 39ാമത്തെ എന്താ പറഞ്ഞില്ല, മെഷർമെൻറ്റും അതിൻ്റെ വോളിയം ഇൻ കിലോഗ്രാം. ഇപ്പോൾ 1 ഗ്രാം എന്ന് വെച്ചാൽ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഗ്രാം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 1/1000 kg ആണ്. അതായത് 1 കിലോയുടെ ഒരു ഭാഗമാണ് അല്ലേ. 1 കിലോ എന്ന് വെച്ചാൽ എന്താ എത്ര കുഞ്ഞുങ്ങളെ? 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ് അല്ലേ. 1 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താ? 1 ഗ്രാം എന്ന് വെച്ചാൽ എന്താ? ഈ 1000-ൽ 1 ഈ 1000-ൽ ഒരു കിലോ എന്ന് വെച്ചാൽ 1000 ഗ്രാം അല്ലേ. ആ 1 കിലോയുടെ എന്താ? ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ മില്ലിഗ്രാമും എങ്ങനെ എഴുതണം? 1/, എത്ര? 3 0 ഉണ്ട് കേട്ടോ. എത്ര? 10 ലക്ഷം അല്ലേ. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 1 കിൻഡൽ, അത് നമ്മൾ പഠിച്ചാൽ 1 കിൻഡലൊക്കെ നല്ലപോലെ നമുക്കറിയാവുന്ന അല്ല. 100 കിലോയാണ് 1 കിൻഡൽ. 1 ടൺ എന്ന് വെച്ചാൽ 1000 kg ആണ്. ഇത് മറക്കല്ലേ കേട്ടോ. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞു 1 ഡേ എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ് അല്ലേ കുഞ്ഞുങ്ങളെ. ഇത് നമ്മൾ പറഞ്ഞതാണോ? ഇല്ലല്ലോ, ലാസ്റ്റ് അല്ലേ. ഒരു ദിവസം എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നമ്മളോട് ചോദിക്കും.
24 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? നല്ലതുപോലെ പഠിക്കണേ. 1440 മിനിറ്റ് ഉണ്ട്. 24 × 60. 1 മിനിറ്റ് 60 അല്ലേ കുഞ്ഞുങ്ങളെ? 2 മിനിറ്റ് 120, 3 മിനിറ്റ് 180. അങ്ങനെ നോക്കുമ്പം 24 × 60 1440. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞത് എത്ര സെക്കൻഡ് വരുമെന്ന്, ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് വരുമെന്ന്. മുമ്പത്തെ ഇതൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. എത്ര മുമ്പ് പറഞ്ഞ തന്നെയല്ലേ? 24 ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 86,400 സെക്കൻഡ് വരും. മുമ്പ് നമ്മളത് സോളാർ ഡേയിൽ പറഞ്ഞതാ അല്ലേ കുഞ്ഞുങ്ങളെ? സോളാർ ഡേയിലും അതുപോലെ തന്നെ ഹൗ മെനി സെക്കൻഡ് ആണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ എന്താ സെക്കൻഡാ അല്ലേ? എത്ര സെക്കൻഡ് വരും? 86,400. ഇനി ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ നെയിമും അതിൻ്റെ സിമ്പലും പഠിക്കുക എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇതിനകത്തുള്ളൊരു 7 എണ്ണം കേട്ടോ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുകൾ, അതിൻ്റെ നെയിംസുകൾ, അതിൻ്റെ സിമ്പിൾസുകൾ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ചാപ്റ്റർ എഴുതിയതിന് ശേഷം വലുതായിട്ട് പേപ്പർ എടുത്തിട്ട് എന്താ എഴുതണം കുഞ്ഞുങ്ങളെ? ഇതുപോലെ യൂണിറ്റുകളും എല്ലാം പറക്കി ഒരു ബോക്സ് ഇട്ട് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. അല്ലെ ഇത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഡൗട്ട് വരും. അപ്പോൾ പഠിക്കാൻ എളുപ്പം. ഞാൻ ഇവിടെ മലയാളവും ഇംഗ്ലീഷും കൂടെ എഴുതിയോണ്ടാണ് തോനെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം മലയാളം മീഡിയക്കാർക്കും എഴുതാൻ വേണ്ടിയാവും നിങ്ങൾ കേട്ടോ. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടെ എഴുതാൻ വേണ്ടിയായത്. ഇപ്പോൾ നോക്കി ലെങ്ത് എന്നോ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ലെങ്ത് എന്ന് മാത്രം എഴുതിയാൽ മതി. മീറ്റർ, എം. നീളം അല്ലേ? നീളം അളക്കുന്നത് എന്താ? നീളം എങ്ങനെയാണ്? നമ്മൾ മീറ്ററിലാണ് എടുക്കുന്നത് അല്ലേ? അതിൻ്റെ സിമ്പിൾ നോക്കണേ. സ്മാൾ ലെറ്റർ എം ആണ്. സ്മാൾ ലെറ്റർ ആണ് കേട്ടോ. മാസ് എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് എപ്പോഴും എന്താ? മാസ് എന്ന് വെച്ചാൽ എന്താ? ഭാരം അല്ലേ? കിലോഗ്രാമിലാണ്, കിലോയിലാണ്. kg, കിലോഗ്രാം. ഇനി സമയം നമ്മൾ എപ്പോഴും ടൈം എടുക്കുന്നത് സെക്കൻഡിലാണ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരിക്കലും മണിക്കൂറിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ നമ്മൾ അത് മാറ്റി സെക്കൻഡിലോട്ട്, അതല്ല മിനിറ്റിലാണെങ്കിലും സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് ചെയ്യണം. അതിനെ നമ്മൾ എസ് എന്ന സിമ്പിൾ, എല്ലാത്തിൻ്റെയും സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എസ് എന്ന ഇതെല്ലാം സിമ്പിളാട്ടോ. സിമ്പിളും ഇതതിൻ്റെ നെയിമും. ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ പറയും ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത നമ്മൾ എടുക്കുന്നത് ആംബിയർ എന്ന് പറഞ്ഞിട്ടത്. ആംബിയർ മുമ്പ് ഞാനൊന്ന് കാണിച്ചില്ലായിരുന്നു, മലയാളവും കൂടെ കണ്ടേ. മുമ്പ് ആംബിയർ എന്നാണ് കേട്ടോ. മലയാളം ഞാൻ എഴുതിയില്ല. ആംബിയറിന് നമ്മളെന്താ കെ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആംബിയറിനെ എ, ആംബിയറിൻ്റെ എ ക്യാപിറ്റൽ എ കേട്ടോ. ഇനി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ താപനില. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ചൂട് അല്ലേ? താപനില അറിയുന്നത് കെൽവിൻ. കെൽവിൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേരായതുകൊണ്ട് പേരിനെ നമ്മളെപ്പോഴും എന്താ? ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് കുഞ്ഞുങ്ങളെ സൂചിപ്പിക്കുന്നത്. കെ ക്യാപിറ്റലാണ്. ആംബിയർ എയും ക്യാപിറ്റൽ ലെറ്ററാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തോടെ. ക്യാപിറ്റൽ ഏതൊക്കെയാണ് വന്നതെന്ന്. കെൽവിൻ എന്ന് വെച്ചാൽ ഒരാളുടെ പേരാട്ടോ. അതുകൊണ്ട് പേരൊക്കെ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്. MOLE മോള് കേട്ടോ. MOLE മോള്. MO അതിൻ്റെ സിമ്പിള് MOLE ഇവിടെ, പക്ഷേ MOLA ഉള്ളൂ ഇവിടെ. MOL. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ തീവ്രത. നമ്മൾ പറഞ്ഞല്ലോ ആകാശത്തു നിന്ന് അടിക്കുന്നതും പ്രകാശത്തിൻ്റെ തീവ്രത എന്താ പറയുന്നത്? കാൻഡല എന്നാണ് കേട്ടോ. CANDEL, കാൻഡല അല്ലെങ്കിൽ CD എന്നോ അതിൻ്റെ സിമ്പിൾ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എത്രയും ഓക്കെ ആണോ? ഓക്കെ കുഞ്ഞുങ്ങളെ, അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ, വിൽപ്പന്ന യൂണിറ്റുകൾ. യൂണിറ്റ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദോസ് യൂണിറ്റ് വിച്ച് ആർ ഡിപ്പെൻഡഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. വല്ല മനസ്സിലായോ? എന്താ കുഞ്ഞുങ്ങളെ? അടിസ്ഥാന യൂണിറ്റുകൾ, നമ്മുടെ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഈ വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഡിറൈവ്ഡ് യൂണിറ്റ്സുകളുമുണ്ട്. തിരിഞ്ഞു പോകരുത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ കുറേ പഠിച്ചില്ലേ? ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായ യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠം വളരെ എളുപ്പവുമാണ് പഠിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ കുഞ്ഞുങ്ങളെ. ഏരിയ, ഈ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? നീളവും വീതിയും വേണം. അപ്പോൾ അവരെ രണ്ടിനെ ആശ്രയിച്ചല്ലേ ഈ ഏരിയ കഴിയുന്നത് അല്ലേ? അത് തന്നെ സംഭവം. വോളിയം കാണണമെന്നുണ്ടെങ്കിൽ, വ്യാപ്തം എന്തിൻ്റെയും വോളിയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ? അതിൻ്റെ നീളവും വീതിയും ഹൈറ്റും അല്ലേ? L × B × H ഉണ്ടെങ്കിലേ നമുക്ക് എന്തോ പറ്റത്തുള്ളൂ?
അത് 3 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാൻ പറ്റത്തുള്ളൂ. അപ്പം മൊത്തം നോക്കൂ നിങ്ങൾ, 42 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 42 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എഴുതിയെടുക്കുമ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോക്സിൽ കയറ്റി എഴുതിയിട്ട് പഠിക്കണം. കാരണം ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ നെയിമും അതിൻ്റെ സിമ്പലുകളും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ കേട്ടോ, പിന്നെ സോളാറുടെ വോളിയം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാവും നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. എഴുതിയെടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ പറഞ്ഞല്ലോ ഈ പാഠഭാഗത്തിൽ ആദ്യത്തെ 3 ചാപ്റ്ററാണ് ഫിസിക്സ്, അത് കഴിഞ്ഞിട്ട് 4, 5, 6 കെമിസ്ട്രിയാണ്, അത് കഴിഞ്ഞിട്ട് 7, 8, 9 ബയോളജി കേട്ടോ. ഇനി നമുക്ക് ബയോളജിയുടെ ഒന്നാമത്തെ പാഠം എടുക്കാം. ഈ ഫിസിക്സ് ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാം, മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയാം. ഓക്കെ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.